ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് എക്സാം എഴുതി ആ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് റാങ്ക് ലിസ്റ്റ് വന്ന് അതിനകത്ത് ജോലിക്ക് കയറാൻ പറ്റുന്ന എക്സാമുകളാണ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ, റെയിൽവേ എക്സാമുകൾ, ബാങ്ക് എക്സാമുകൾ. ഈ 3 ശ്രേണി എക്സാമുകളും അതെനിക്ക് മറ്റ് കേന്ദ്ര സർക്കാർ എക്സാമുകളുണ്ട്. ഫോർ എക്സാമ്പിൾ ഇന്റലിജൻസ് ബ്യൂറോ, എയർപോർട്ട് അതോറിറ്റി. ഈ എക്സാമുകളെല്ലാം തന്നെ മിക്ക വർഷവും കറക്റ്റ് ഒരു ടൈമിൽ നോട്ടിഫിക്കേഷൻ വരികയും കറക്റ്റ് ഒരു ടൈമിൽ എക്സാം കണ്ടക്ട് ചെയ്യും, കറക്റ്റ് ഒരു ടൈമിൽ തന്നെ റിസൾട്ട് വരികയും റാങ്ക് ലിസ്റ്റിൽ പേരുള്ള എല്ലാവർക്കും ജോലി കിട്ടുകയും ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ കർമ്മ അക്കാഡമിയിൽ നമ്മൾ കൂടുതലും SSC, റെയിൽവേ, ബാങ്ക് എക്സാംസ് ആണ് ഫോക്കസ് ചെയ്യുന്നത്. സാധാരണ PSC എക്സാംസ് നമ്മൾ ഫോക്കസ് ചെയ്യാറില്ല. പക്ഷെ നമ്മളിത് പഠിക്കുന്ന കുട്ടികൾ പാരലി PSC എക്സാംസ് എഴുതി ക്ലിയർ ചെയ്യാറുണ്ട്. പക്ഷെ നമ്മൾ ആ PSC എന്ന് പറയുന്ന എക്സാംസിനോട് അത്ര ഒരു സപ്പോർട്ട് അതിനുള്ള കോച്ചിങ് പ്രൊവൈഡ് ചെയ്യാറില്ല. ബിക്കോസ് അതിന് മെയിൻ ഒരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രോസസ്സ് കുറച്ച് അൺസർട്ടൺ ആണ്. 3 വർഷം 4 വർഷം പഠിച്ചാലും നമുക്ക് ജോലി കിട്ടണമെന്നില്ല. നമുക്ക് റാങ്ക് ലിസ്റ്റിൽ പേര് വന്നാലും റാങ്ക് ലിസ്റ്റിൽ നിന്ന് നിയമനം ആകണമെന്ന് ഉറപ്പില്ല. റാങ്ക് ലിസ്റ്റ് ക്യാൻസൽഡ് ആകാം. ഈ ഒരു പ്രോബ്ലം ഉള്ളതുകൊണ്ട് എക്സാംസിന്റെ പ്രോസസ്സ് നീണ്ടു പോകുന്നത്. റാദർ SSC എക്സാംസ് ആണ് വരുന്നതെങ്കിൽ 1 വർഷം മുന്നേ തന്നെ അതിന്റെ ഷെഡ്യൂൾ അവരിടും. ഏത് മാസം നോട്ടിഫിക്കേഷൻ വരും, ഏത് മാസം ഫസ്റ്റ് എക്സാം വരാൻ സാധ്യതയുണ്ട്, ഏത് മാസം അത് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാം ഈ ഒരു പ്രോസസ്സ് കറക്റ്റായിട്ട് നടന്നു പോകും.